സൂര്യ കോമഡിയിലെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സുഖമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. ഈ കുട്ടിയല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്? ഇല്ല, ഇന്ന് ഞാനാണ്. കുക്കോ കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് ആരാണ്? അഥവാ ഇവിടെ സംസാരിച്ചുകൊണ്ട് ഈ പരിപാടി നോക്കിക്കൊണ്ടിരുന്ന പെൺകുട്ടി എന്തിയേ എന്നായിരിക്കും അന്വേഷിക്കുന്നത്. സഹികെട്ട് പറഞ്ഞു വിട്ടു. എന്തോ ചെയ്യാനാ? 10-40 റെസിപ്പി അറിഞ്ഞിട്ട് പിന്നെയും ഓരോരോ ചോദ്യങ്ങളും മണ്ടത്തരങ്ങളുമായിട്ടിരിക്കും. പക്ഷെ എങ്ങനെ പറഞ്ഞുവിടാൻ പറ്റും? അങ്ങനെ പറഞ്ഞുവിടാൻ പറ്റുമോ? ആ മണ്ടത്തരങ്ങളും ചിരിയും കളിയും എല്ലാം ഇല്ലെങ്കിൽ പിന്നെ എന്ത് കുക്കോ കുക്ക്, എന്ത് സൂര്യ കോമഡി. സ്വാഗതം ചെയ്യാം വേദിയിലേക്ക് നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായ ആ കഥാപാത്രത്തെ. നേഹേ, പാത്രമേ വരൂ. ഇങ്ങനെ ഡാൻസ് ഷെഫ് വരുന്ന പോലെ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടാണ് ഞാൻ വരാൻ. ചോദിക്കുക എന്തൊക്കെയുണ്ട് വിശേഷം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വരുമ്പോൾ തന്നെ പറയും എന്തൊക്കെയുണ്ട് വിശേഷം, കഴിപ്പിക്കുക. ഇന്ന് നമ്മൾ ആ ഒരു വ്യക്തിനെ ആ ഒരു രീതിയിലല്ല നമ്മൾ വെച്ചേക്കുന്നത്. ഇന്ന് ഞാനാണ് ഇവിടുത്തെ ഗസ്റ്റ്. അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം കൊടുക്കുക, ചാൻസ് കിട്ടുമ്പോഴത്തേക്കും അങ്ങോട്ട് എന്തെങ്കിലും ഞാൻ ഉള്ള സത്യമൊക്കെ വിളിച്ചു പറയുവേ, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നല്ല, പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് എന്നെ ഒന്നും പുകഴ്ത്തുന്നില്ല, പൊക്കുന്നു. ഞാൻ പറയാം, വളരെ മനോഹരവും സുന്ദരിയും സുമുഖിയുമായ ആ പെൺകുട്ടിയെ നമ്മൾ വേദിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വളരെ വൈവിധ്യവും വിചിത്രവും. എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോ ശക്തിമാൻ സൂപ്പ്. വാട്ട് ഇസ് ദാറ്റ്? ശക്തിമാൻ സൂപ്പ് അതല്ലേ ഇപ്പൊ കാണാൻ പോകുന്നത്. എന്താ ഇത് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ശക്തി ട്രിപ്പിൾ ചെയ്ത് ജിമ്മിലൊന്നും പോകണ്ട. മസിലൊക്കെ ഇവിടെ ഇങ്ങനെ പൊങ്ങി വരുന്നതാണ്. നിക്ക്. ഓക്കെ, അപ്പോ ഇന്ന് ഞാനാണ് ഷെഫിന്റെ ഇര. ഞാൻ പറയാം, കുക്കിങ്ങിൽ ഷെഫിന്റെ ഇര ഞാനാണ്. മൊത്തം വെച്ചോ? ഇതേ എന്നോട് പറയാണ്ട് ചെയ്ത് ഞാൻ ഇവിടെ ഒന്ന് വെള്ളമൊക്കെ ഒഴിക്കട്ടോ. എന്റെ അടുത്ത് പറയണം കേട്ടോ. ഒഴിച്ചില്ലല്ലോ. യാ, അപ്പൊ ഷെഫ് ഇന്ന് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ആദ്യം നമ്മള് കുറച്ച് ഞാൻ പറഞ്ഞോളാം. ഞാനാക്കുമ്പോ ഇഞ്ചി ഇട്ടു, നോക്കട്ടെ കട്ടിലൂലാണോ അതിന്റെ അടിയിൽ കയറി നോക്കാനായിട്ട്. ഇഞ്ചി ഇട്ടു, ചെറിയ ഉള്ളി ഇട്ടു കേട്ടോ. ആഹാ, നെയ്യ് ഒഴിച്ചു. നെയ്യിലാണ് നമ്മളിത് മൂപ്പിക്കുന്നത്. നമ്മുടെ ശക്തിമാൻ, എന്താണ് നമ്മുടെ ശക്തിമാൻ സൂപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മസ്റ്റായിട്ട് വരുന്നത് മുരിങ്ങയിലയും മുരിങ്ങയ്ക്കയാണ്. അതേപോലെ ചെറുപയർ വേണമെങ്കിൽ നിങ്ങൾക്ക് മുളപ്പിച്ചിടാം, ഇല്ലെങ്കിൽ പിളർന്നിടാനൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇഞ്ചി ഇട്ടു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് നമ്മൾ നല്ല ജീരകം എടുത്ത് നന്നായിട്ട് ഞെരടുക. കൊച്ചിങ്ങനെ ഞെടുമ്പോഴേക്കും വേറെ എന്തെങ്കിലും ആണ്. ഇത് അതൊന്നും അല്ല, ജീരകമാണ്. എത്ര ചെറിയുള്ളി മൊത്തം ഇട്ടോ? ഹലോ, ഞാൻ പ്രേക്ഷകരോട് സംസാരിക്കേണ്ടത് ഷെഫ് ഇത്ര നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, ഇത് മൊത്തം ഇട്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഇങ്ങനെ ഇട്ടാ ശരിയാവും, മുറിക്കണ്ട, അരിയണ്ട. ജസ്റ്റ് ഒരു പീസ് ആക്കാണ്. നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഈ കുട്ടി ശ്രദ്ധിക്കുന്നില്ല, അത് എന്റെ കുഴപ്പമല്ല. ഷെഫ് ഉപ്പിട്ടിട്ടില്ല. ഇട്ടൂലേ? അവിടെ ഉപ്പില്ലേ? ഉണ്ട്. ഇതിനകത്തോട്ട് നോക്കുന്നത് ഇങ്ങനെ ഒരു സാധനം വന്നോ നോക്കാം. സാധാരണ ഇടുന്ന കണക്കാൻ ഇട്ടാ മതി. സാധാരണ ഇടുന്നത് ഇത് ഞാൻ എന്താ എവിടെ എന്തായിരുന്നു ഇതിന്റെ പേര്? തലയോട്ട് എന്തായിരുന്നു ഇതിന്റെ പേര്? ശക്തിമാൻ സൂപ്പ്. ഉണ്ട സൂപ്പ് എന്നൊക്കെ ഷെഫ് എന്ന് നേരത്തെ പറഞ്ഞു. ശക്തിമാൻ സൂപ്പ് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല ഉപ്പ് എപ്പോൾ ഇടണമെന്നൊക്കെ. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഷെഫിന്റെ വെറൈറ്റി റെസിപ്പീസ് ഒന്നും നമുക്ക് നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഷെഫ് പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കാം. നമുക്ക് ഈ സൂപ്പിന്റെ കൂടെ കഴിക്കാം. എന്ത് തേങ്ങാപ്പീരയ്ക്ക് പകരം ഒരു മിനിറ്റ് നല്ല പുട്ട് നരച്ച് കഴിക്കുക. ഈ വെള്ളം തിളച്ച് കാണും, ശ്രദ്ധിക്കുക, തുറക്കുക. പക്ഷെ അത് ചൂടുവെള്ളം നമ്മൾ ഇങ്ങനെ സൈഡിൽ ഒഴിച്ചു, വീണ്ടും സൈഡിൽ ഒഴിച്ചു, വീണ്ടും സൈഡിൽ ഒഴിച്ചു. ഇതെങ്ങനെ ഇപ്പൊ മഞ്ഞ കളർ? എന്താ ഗീ ആണോ കേട്ടോ? എന്താ ഇട്ടത്? മഞ്ഞപ്പൊടി ഇട്ടോ? നമ്മള് ലേശം ജീരകം ഇങ്ങനെ ഞെവിടുന്നു. ഇതൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. ഈ കൊച്ചൊന്നും കാണുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷെഫ് ഭയങ്കര സാധനമാണ്. കണ്ടോ? ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാരറ്റ് എടുത്തു. നമുക്ക് ഇതൊക്കെ വെച്ച് പല വെറൈറ്റി സാധനങ്ങൾ ചെയ്യാം. ഇത് വെള്ളം പോലെ ഇരിക്കണം, കുറച്ചുകൂടി ഗീ ഇടട്ടെ. ഇങ്ങനെയാണോ ഇരിക്കണ്ടേ? പയർ നിന്റെ മാമൻ ഇടൂ. പയറിട്ടില്ല. അപ്പൊ ഇല ഇട്ടോ? ഓക്കെ, ഒന്നുമില്ല. അപ്പൊ ഞാൻ വെള്ളം ഒഴിക്കണതിന് മുമ്പേ പയറിട്ടില്ല. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, എല്ലാം ബുദ്ധിപരമായി ചെയ്യാം. നനച്ചോ? നനഞ്ഞോ? പുട്ടിന്റെ ചില്ലി, പുട്ട്. ഓക്കെ, പക്ഷെ ഇതിലേക്ക് എന്തൊക്കെയോ ജീരകം ഇട്ടില്ലായിരുന്നു. ജീരകം
ക്യാരറ്റ് പിന്നെന്താ ഇട്ടത്? ഇതെപ്പോ ഇട്ട്? ഇത് ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. അത് നമുക്ക് സൂപ്പിനകത്ത് ഇടാനുള്ള സാധനമല്ലേ, തൊടാതിരിക്കാൻ ഞാൻ പറഞ്ഞു. അത് ഇതിന്റെ അകത്ത് ഇടാൻ പറ്റുമോ? എന്തോത്തിനാ? അപ്പൊ ഒരു മാച്ച് ഫീൽ ചെയ്യാൻ രണ്ടും കൂടെ കഴിക്കുമ്പോ മിക്സിക്കകത്ത് എല്ലാം കൂടെ അടിച്ച് ഇട്ടൊക്കെ കുടിച്ചാ പോലെ. ആദ്യം ഷേക്ക് വിളിക്കാം. ആദ്യം അത് തേങ്ങാപ്പീരുണ്ട്. എനിക്കില്ല തേങ്ങാപ്പീര. പിന്നെ ക്യാരറ്റ് തിരികെ വെച്ചേക്കും. അപ്പൊ ഇതൊക്കെ എങ്ങനെ പഠിക്കാൻ വരും? ഇതെന്തിനാ പണ്ടേ ഞാൻ ഒറ്റയ്ക്ക് കുക്കിംഗ് പഠിച്ചു. എനിക്ക് മനസ്സിലായി, വേറെ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് യൂട്യൂബ് നോക്കി ജയറാമിന്റെ സിനിമ ഉണ്ട്, പപ്പുവിന്റെ അടുത്ത് പഠിക്കാൻ ചെല്ലുന്ന ഏതാ ഈ തേങ്ങമാറൻ. ഞാൻ അങ്ങനെ പറയോ ഷെഫിനെ പറ്റി? അങ്ങനെയൊക്കെ ഞാൻ പറയാം ഷെഫിനെ പറ്റി. എന്ത് വെളുകളാന്നിരിക്കുന്ന മോന്ത, നിനക്കൊക്കെ അതോടെ സ്പാനർ പിടിക്കണ്ടേ? ഇത്ര ഇട്ടാ മതിയോ? മതി. അത് കുത്തി ഇറങ്ങുന്ന ഇവിടെ പീര ഇടുക എന്നാ പറയുന്നത്, നോണ്ടുക എന്നല്ല. കണ്ടോ, റെഡിയായി. മതിയോ? പീര ഇട്ടു. കൊള്ളാം. കണ്ണാ മുട്ട പുറത്ത് വരട്ടെ. അഹങ്കാരമാന്നൊക്കെ. ഇതിനൊരു കുറവുമില്ല. പക്ഷേ പുട്ട് ഇത്രയും പോരായിരുന്നു തോന്നുന്നു. സൂപ്പ്. അങ്ങനെ ഫാൻസ് കേൾക്കണ്ട, കേക്കട്ടെ മോനെ. ഇതിന് കാശ് കൊടുക്കണം. കണ്ടേ കണ്ടേ. ഇപ്പൊ ഞാനും ഒരു സെക്കൻഡ്. നമ്മള് കുറച്ച് പുട്ട ഇടുന്നുള്ളൂ കേട്ടോ ഷെഫ്. അപ്പൊ ഊരുന്ന ഞാൻ കണ്ടില്ലല്ലോ. ഇതിപ്പം വിസിലടിക്കാൻ പാടുണ്ടോ? പാടില്ല, ഞാൻ നിന്ന് വിസിലടിക്കാം. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടൊന്നും കൂടെ ഒന്നും ചെയ്യണ്ട. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോ, പുട്ടുണ്ടാക്കിയതിനു ശേഷം ഞാൻ വിസിലിട്ടെ. അപ്പൊ എന്താ ചെയ്യാ? ഓഫ് ആക്കണോ ഞാൻ? പിന്നെ അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് പറഞ്ഞതാ. എടോ, ഞാൻ പുട്ടുണ്ടാക്കിയിട്ടാണോ വിസിലിട്ടെ? അപ്പൊ എന്താ ഇനി പുട്ട് കയ്യിലിരിക്കുമ്പോ എങ്ങനെ വിസിലടിച്ചു? അതാ ഇപ്പൊ എന്താ ചെയ്യാ? നേരത്തെ ഇവിടെ ഡയലോഗ് അടിച്ചു കിടക്കുന്നില്ലേ? ഒബ്സർവേഷൻ, എന്റെ ഒബ്സർവേഷൻ. എനിക്ക് സമയം കിട്ടില്ല. ഇത് ഞാൻ പറയട്ടെ, നടക്കാനുള്ള നടന്നു. ഇനി അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം? അങ്ങനല്ല, ഇത് വെച്ചിട്ടല്ലേ. ഇവിടെ ഇരുന്ന് എന്റെ തവി എന്തിയെ? ഇതല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിങ്ങനെയുള്ള മണ്ടത്തരങ്ങളല്ല കാണിക്കേണ്ടത്. റീവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ കാണാം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ കറിയും സൂപ്പും എല്ലാം റെഡി. ഞാൻ പറഞ്ഞു, പിള്ളേർക്കൊക്കെ അറിയാം. അപ്പൊ ഈ മൂന്നെണ്ണം എപ്പോഴും അത് വേണ്ട, അത് ഞാൻ മാറ്റി വെച്ചു. ഒന്ന് അവസാനം ദൃഷ്ടിക്ക് ഇങ്ങനെ ഒഴിഞ്ഞിട്ടിടാൻ വേണ്ടി. ഭയങ്കര ബുദ്ധി. ഈ നാട്ടിലായിരുന്നെങ്കിൽ എന്റെ ദൈവമേ. അതുകൊണ്ട് ഒഴിഞ്ഞു വെച്ചതാ. ഓക്കെ, ഇനി എനിക്കൊരു ഹെൽപ്പും കൂടി ചെയ്തായിരുന്നു. ഇത് ഊരണോ? പിന്നെ പുട്ട് എന്റെ കുട്ടിയെ ഞാൻ ഷെഫ് ഊരിയത് കണ്ടില്ല. അതിപ്പോ ഞാൻ ആൾക്കാരെ കാണിച്ചോണ്ടാണോ ഊരുന്നത്? ഇത് ഞാൻ മാറ്റുന്ന ഞാൻ കണ്ടില്ല. അത് ഇത് പിന്നെ മാറ്റിയില്ലല്ലോ, അതിന് ശേഷമല്ലേ വെച്ചത്. അപ്പൊ എനിക്ക് എന്തിനാണ് പറയുന്നത്? ഞാൻ പറയട്ടെ, ഇത് എനിക്ക് വെച്ച് തന്നോണ്ടാണല്ലോ ഇപ്പൊ ഊരാ. ഇത് എനിക്ക് ശരിക്കും ഊരണ എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. പക്ഷെ വെറുതെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയില്ല. ഞാൻ ആദ്യം പറയട്ടെ, കുക്കറിൽ ഞാൻ ഉണ്ടാക്കിയില്ല. നോക്ക്, ഞാൻ ഒരു കാര്യം പറട്ടെ. ശരിക്കും പറഞ്ഞ ഈ എപ്പിസോഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ, ഇവരെന്നോട് പറഞ്ഞു എനിക്ക് ഒന്നും അറിയാത്ത പോലെ നിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ടോ ഇത്ര സിമ്പിൾ ആയിരുന്നു. എല്ലാവരും വിശ്വസിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കാം. അഭിനയാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് കത്തിക്കട്ടെ. എന്റെ വിശേഷം പറ, എന്തൊക്കെയുണ്ട്? കഴിക്കുക, കഴിപ്പിക്കുക, അല്ലാണ്ട് എന്തൊക്കെയാണ്? എന്റെ പൊന്നു നേഹ, ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ അറിയോ? നല്ല ആഹാരം കഴിക്കാൻ ഭാഗ്യം ഉണ്ടാവണമെന്നല്ല. മനസ്സിലായോ? എന്റെ മോനെ, പയറ് കണ്ടിട്ട് എനിക്ക് എന്റെ മോനെന്നൊന്നും തോന്നാറില്ല. പയറിനോട് എനിക്ക് അത്ര മാത്രം പ്രണയമൊന്നും തോന്നിയിട്ടില്ല. പ്രോട്ടീൻ വേണമെങ്കിൽ മതി. പ്രോട്ടീൻ വേണം, പ്രോട്ടീനിന് വേണ്ടിട്ട് കഴിക്കും, അല്ലാണ്ട്. പക്ഷെ കാണാൻ ഒരു രസമുണ്ട്. ഇത് എത്ര നേരം? സൂപ്പർ. ഉപ്പിട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ ഉപ്പിട്ടാ നമ്മൾ ഇതിനകത്തോടെ എടുക്കാൻ കറി. കൊച്ചെന്ന് റെഡിയാവുന്ന നമുക്കറിയില്ല. കറി ഇത് റെഡിയായോ? എല്ലാം കഴിഞ്ഞ് റെഡിയോ. ഞാൻ ഷെഫ് പറയാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാം റെഡിയായെന്ന്.
എപ്പോഴത്തെയും പോലെ ഉപ്പ് നോക്കൂ. എന്റെ പൊന്നെ ഞാൻ ഇല്ല, ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടിപ്പിച്ചു. ഞാൻ കൊളാക്കി എന്നൊക്കെ പറഞ്ഞു. ഉണ്ട് ഉണ്ട് ഉപ്പുണ്ട് അല്ലേ? നമ്മുടെ മുരിങ്ങയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് എടുക്കട്ടെ? എടുത്തോ. ഇതൊന്ന് 2 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. പുട്ട് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഒന്നും ഉണ്ടായിട്ടില്ല. പുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്റെ പയർ മാത്രം മോളിൽ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യേ? ഐശേഷു കുഴപ്പമില്ലല്ലോ. കുത്തി ഉടച്ച് നശിപ്പിച്ചു. അതിലേക്ക് ഇപ്പൊ ഞാൻ മാറ്റാം. അതിപ്പോ രണ്ടും ഞാനിപ്പോ റെഡിയാക്കി തരാം. പക്ഷെ ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, ഇതിലേക്ക് മാറ്റിയ സമയത്ത് ഇതൊന്നും ഇട്ടിട്ടില്ലല്ലോ. എന്നിട്ട് സൂപ്പിലേക്കല്ലേ ബാക്കി ഇട്ടത്? ആദ്യം ഇട്ടു പിന്നെ ഇട്ടു. ഓക്കെ, നോട്ടൊന്ന് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. എന്തായാലും അത് കിട്ടുമൊന്നുമില്ല. എന്നാലും വെറുതെ ശ്രമിക്കാം. കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു. പിന്നെ കുറച്ച് ജീരകം ഇടാം. ജീരകം ഒന്നും നമ്മുടെ എവിടെയും ഇല്ല, അപ്പൊ ഇതിൻ്റെ അകത്ത് കുറച്ചിടാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടാം. അപ്പം നമ്മളിന്ന് മഞ്ഞപ്പൊടികളും ബാക്കി പൊടികളൊക്കെ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ശാന്താസിൻ്റെ കറി പൗഡേഴ്സാണ്. നന്നായി നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മില്ലറ്റ് റൈസ് പൗഡേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ശാന്താസിൻ്റെ മഞ്ഞപ്പൊടികളും പൗഡേഴ്സുമാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് ബൗളിലേക്ക് ഷെഫ് എടുത്ത് മാറ്റുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഷെഫ് യൂസ് ചെയ്ത് വെച്ചത് തന്നെ എനിക്ക് ഒരു പ്രത്യേക ഒരു കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം തെറിച്ച് വീണു. സാരമില്ല. സൂപ്പായോ? നിക്ക് കുറച്ചുകൂടെ ഇടാം അല്ലേ? എല്ലാം വാരിട്ടോ. കുരുമുളക് ഇവിടേക്കൊക്കെ വീണല്ലോ. ഹോമോ നിക്ക്. ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇടാൻ ബാക്കിയൊന്നുമില്ല. ഇവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ അതൊക്കെ പുട്ടൂടെ വാരിട്ടാ. അല്ല അങ്ങനൊന്നും വേണ്ട. വെള്ളം ഇരിപ്പുണ്ട്. ഞാൻ നെയ്യ് വാരി തേക്കും. വേണ്ട, വെയിറ്റ്. ഇതാ അല്ലേ? നമുക്ക് ആദ്യം ഇതിൽ നിന്ന് തുടങ്ങാം. ആദ്യം നമ്മൾ ഒബ്വിയസ്ലി ഷെഫിന്റെ ആണ് കഴിച്ചു നോക്കുന്നത്. ഇത് കഴിക്കണം കേട്ടോ. അതങ്ങ് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കരുത്. ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് എനിക്കൊന്ന് വലിയ ആദ്യം വേറെ ഒന്നുമില്ല. ഇല്ലേ? ഇനിയാണ് നമ്മൾ കഴിക്കാം. കൈ നോക്ക്. ഇതെന്ത് ഇങ്ങനെ? ഷെഫിന്റെ കൈ എന്തായാലും ഉണ്ടാവില്ല. വെറുതെ ഒന്ന് കാണിച്ചു തരുമോ? ഇല്ല, ഇതിപ്പോ കഴിക്കും. ഇത് കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വാരി കൊടുക്കുക. കാരണം ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് അതിൻ്റെ ഒരു കുഞ്ഞു മതി കഴിക്കും. ചെറുപയർ ഞാനിപ്പോ തരും. ഓക്കെ, എനിക്ക് ഉപ്പ് കൂട്ടി തന്നതാ. അപ്പൊ ഇച്ചിരി ഉപ്പ് ഇതാണ് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് അല്ലേ? നിക്ക് ഇതൊന്ന് ഓർത്ത് നോക്കട്ടെ എന്താ ടേസ്റ്റ് ഒന്നും. നല്ല ടേസ്റ്റ് കേട്ടോ. സൂപ്പ് അതിന്റെ കൂടെ കുടിക്കണം. ഇതെന്റെ സൂപ്പാ? അപ്പുറത്തിരിപ്പുണ്ട്. നല്ലുണ്ട് സൂപ്പ്, നല്ല കേട്ടോ. എന്റെ കുടിച്ച് നോക്കണോ? നോക്കാം. അല്ല നോക്കാം. എന്താണ് ഷെഫ്, ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഷെഫ് അങ്ങോട്ട് പറയലോ,
എന്തായാലും കഴിച്ചു നോക്കാന്നൊക്കെ. അവരോട് എനിക്കുള്ള ശത്രുത. പിന്നെ എപ്പിസോഡിൽ വന്നിട്ടില്ല. ശത്രുതയാ? രണ്ടാമത് ആരും എന്റെ എപ്പിസോഡിൽ ഒന്നും ഇല്ലല്ലോ. ഇതുകൊണ്ടാ വരാത്ത. നോക്കൂലേ? പിന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞാ നോക്കില്ലാന്ന്? ആദ്യം ഞാൻ വെറുതെ തമാശ ഞാനിടാ. അല്ല, ഞാൻ ആദ്യം നോക്ക് എന്തോ പ്രശ്നം കേട്ടോ. എന്നെ ഉണ്ടാക്കിയിട്ട് സാധനം ഒന്ന് കുഴയ്ക്കാൻ പോലും സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ വാരി തരും. എന്താ ആദ്യം ഷെഫ് കഴിക്കുന്ന? ഇല്ലടാ മോനെ, നീ കഴിച്ചിട്ട് ഞാൻ കഴിക്കും. അപ്പൊ സീരിയസ്ലി ഞാൻ ഉണ്ടാക്കിയത് എന്തോ മോശമായി തോന്നുന്നു. ഇല്ല മോനെ, കഴിച്ചു. റിയാക്ഷൻ കണ്ടില്ല. കേൾക്കണ്ട. വെള്ളം തരുമോ കുടിക്കാൻ? ഒന്നും അറിയുന്നില്ല. എന്താ വേണ്ട വേണ്ട വേണ്ട, അതവിടെ ഇരുന്നോട്ടെ. എന്നാലും എന്തോ ചെയ്തു വെച്ചില്ല. ഒന്നും. എനിക്കൊരു ജീരകത്തിന്റെ ഒരു പീസ് ഇപ്പൊ കിട്ടി. ഒന്നുമില്ലല്ലോ. ഇല്ല, ഒന്നുമില്ല. എന്തെന്നാലും അങ്ങനെ വന്നത്? അത് കുറച്ച് ഓവറാട്ടാ. അത് നല്ല ഓവറാണ്. അത് ഷെഫ് മനഃപൂർവ്വം അങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് തുപ്പിട്ട കണ്ട. അതാ ഇതിങ്ങനെ ഇവര് നിങ്ങൾ കഴിച്ചു നോക്കണ്ട. അത് ഞാൻ ഒരു കാര്യം പറ്റേ, എനിക്ക് ഇങ്ങനത്തെ പയറൊന്നും അല്ല, എനിക്ക് നോൺ വെജ് താ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയ ശക്തിമാൻ സൂപ്പില് എനിക്ക് വലിയ ശക്തിയില്ല, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, സാരില്ല. ഇങ്ങനെയൊക്കെയല്ല നമ്മൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ തന്നെ റെസിപ്പീസ് കണ്ടിട്ട് അത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കൊളായാലും കൊളായില്ലെങ്കിലും നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഷെഫിന് മനസ്സിലാവും എത്ര പേർക്ക് കൊളാവുന്നുണ്ട്, എത്ര പേർക്ക് കൊളാവുന്നില്ലാണ്. പക്ഷേ എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വന്നിട്ട് ഷോയിൽ വന്നേക്കുന്ന എല്ലാ സെലിബ്രിറ്റീസിനോടും ഞാൻ ഒരു 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 ഇത് പറയുന്നു, ആദരാഞ്ജലി ഒരു ഹാറ്റ്സ് ഓഫ് പറയുന്നു. കാരണം വേണ്ട എനിക്ക് സങ്കടപ്പെടണ്ട. ഇനി ഒരു ഹാറ്റ്സ് ഓഫ് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും വളരെ അമേസിങ് ആയിട്ടാണ് ഈ ഡിഷ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പക്ഷെ എല്ലാം എനിക്കിഷ്ടമായിരുന്നു കേട്ടോ, ഞാൻ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെതിന് തന്നെ ഞാൻ പറയുന്നു ശരിയായിട്ടില്ല. നികഷ്ടമായ എപ്പിസോഡല്ല, എപ്പിസോഡൊന്നും അല്ലായിരുന്നു. പക്ഷെ ഡിഷ് ഇച്ചിരി ഫ്ലോപ്പായി പോയി. പക്ഷെ വേണ്ട എനിക്ക് വേണ്ട. ഞാൻ ഉണ്ടാക്കിയതായിട്ട് ഞാൻ പറയല്ല. എനിക്ക് വേറെ അത് കഴിച്ചിട്ട് അത് ഭയങ്കര ടേസ്റ്റ്, അത് ശരിയാവില്ല. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. എന്നാലും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായി അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഇത്രയും എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള മാജിക് ഷെഫ് എക്സ്പീരിയൻ്റ് നമ്മുടെ മാജിക് ഷെഫ് ഇന്ന് കുറച്ച് മാജിക്കുകൾ കാണിച്ച് ഷെഫിൻ്റെ ഡിഷിൽ ആ മാജിക്കൊക്കെ അങ്ങോട്ട് പെർഫോം ആയി. പക്ഷെ എൻ്റെ ഡിഷിൽ റെഡി ആയില്ല. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മളിതൊരു പാഠമായിട്ട് എടുത്തിട്ട് അടുത്ത വീണ്ടും നല്ല ഡിഷസ് ഉണ്ടാക്കുക. കാരണം ഷെഫിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പം 45-ലധികം, എപ്പോഴും ഞാൻ പറയുന്നതാണ്, 45-ലധികം റെസിപ്പീസ് നമ്മൾ പുതിയത് ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാ എപ്പിസോഡിലും എല്ലാം ഫ്രഷ് ആയിട്ടുള്ള പുതിയ കോമ്പിനേഷൻസും വെറൈറ്റീസുമാണ് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യാറുള്ളത്. അപ്പം ഇത്രയും അധികം ഡിഷസും ഇത്രയും അധികം റെസിപ്പീസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നോട്ട് അറ്റ് ഓൾ എ സ്മോൾ തിങ്. ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാകുന്നു. എസ്പെഷ്യലി ഫുഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലേ. ഫുഡ് എന്ന് പറയുന്നത് ആൾക്കാർ കഴിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാവും. ചിലർക്ക് ഇഷ്ടമാവാം, കുഴപ്പമില്ലാന്നായിരിക്കും തോന്നുന്നത്, ചിലർക്ക് ഒട്ടും ഇഷ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരാൾക്ക് സെർവ് ചെയ്യുമ്പം അത് വളരെയധികം എന്താ പറയുക, റെസിപ്പീസൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഷെഫ് ഇത്രയും എപ്പിസോഡ്സിൽ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് പുതിയ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് ഞാൻ മാത്രമല്ല ഇവിടെ കഴിക്കാറുള്ളത്, ഞാൻ സെലിബ്രിറ്റി മാത്രമല്ല കഴിക്കാറുള്ളത്. എല്ലാ എപ്പിസോഡിന് ശേഷവും ആ ഫുഡ് ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇവിടെ എല്ലാവരും വന്നിട്ട് ഒരു ഫാമിലി പോലെയാണ് നമ്മൾ കഴിക്കുക ഇവിടെ. അത്രയും ഒരു എന്താ പറയുക, ഭയങ്കര ലവാണ് ഫുഡിൽ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ടൈപ്പ് ഓഫ് ലവ് നമുക്ക് ത്രൂ ഔട്ട് തരുന്ന നമ്മുടെ ഷെഫിന് ഞാൻ ഇന്ന് ഭയങ്കരമായിട്ടും ഹാപ്പി ആയിട്ട് താങ്ക് യു പറയാണ്. എന്താണ് ഷെഫ് തോന്നുന്നത്? ജോക്സ് അപ്പാർട്ട്, എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും കൂടുതൽ റെസിപ്പീസ് എക്സിബിറ്റ് ചെയ്ത ചാനലും ഷോയുമാണ് കുക്കോ കുക്ക്. അതെനിക്ക് ഭയങ്കര ഒരു ക്ലോസ് ടു ഹാർട്ടാണ്. കാരണം ഞാൻ മിക്കപ്പോഴും കുക്കറി ഷോസ് ചെയ്യാറില്ല, നമ്പർ 1. നമ്പർ 2, എനിക്ക് ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് നേഹ. ജോക്സ് അപ്പാർട്ട് ഇതൊക്കെ ഒരു തമാശയാണ്. പക്ഷേ ഇതിലെ വിസ്മയം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും എപ്പിസോഡ്സ് വളരെ എൻ്റർടൈനിങ് ആയിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞു. പലരും ഈ ഡിഷസൊക്കെ ട്രൈ ചെയ്തു. കാരണം പലർക്കും വീട്ടിൽ കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഹിമാലയൻ ടാസ്ക് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. നിങ്ങളിപ്പോൾ ഇന്ന് കണ്ടത്
ഒരു സൈഡിൽ കറിയും സൂപ്പും റെഡിയാകുമ്പോൾ മേളിൽ അത് കഴിക്കാനുള്ള പുട്ടും റെഡിയാകുമ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ കുറച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ മാജിക്കലി ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ലോജിക്കായിട്ടൊക്കെ ഒരുപാട് ചിന്തിക്കാതെ ലൈഫ് ഒരു മാജിക്കാണ്. മാജിക്കലി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നൊരു ജീവിതത്തിൽ ഇതൊക്കെ ആയിരിക്കും നമുക്ക് ബാക്കിയുണ്ടാവും. അതെ. അപ്പൊ എന്തായാലും നമുക്ക് അതുകൊണ്ട് ഇത്രയും അധികം ഗിഫ്റ്റ്സ് നമ്മൾ ഫുഡിലൂടെ നമ്മൾ ഇത്രയധികം സ്നേഹിച്ച ഷെഫിന് കുറച്ച് ഗിഫ്റ്റുകളിലേക്ക് നമുക്ക് കടക്കാം. അതെ. അപ്പൊ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നമ്മുടെ കേരനാടിന്റെ 100% നാച്ചുറൽ കോക്കനട്ട് ഡ്രിങ്ക് ആണ്. ഇതിൽ നമ്മളിപ്പോ പറഞ്ഞതിനെ പറ്റിയിട്ടാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, നോ ആഡഡ് ഷുഗർ, നത്തിങ്. കറുമുറെ കുറിക്കാൻ കലർപ്പില്ലാത്ത ശുദ്ധമായ ഓണം പപ്പടം. യെസ്, നമ്മുടെ ഓണം പപ്പടമാണ് മസാല പപ്പടം. മസാലയുണ്ട്. തലമുറകൾ കൈമാറിയ രുചിക്കൂട്ട് നമ്മുടെ KSന്റെ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. ഇതിൽ ഈ പ്രൊഡക്ട്സിൽ വിനാഗിരി, സോസ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ഫുഡ് പ്രൊഡക്ട്സ്, കായപ്പൊടി എല്ലാം ഉണ്ട്. കലാസ്നേഹികളെ ഇപ്പൊ നേഹയെ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. കലാസ്നേഹികളെ നമുക്ക് നേഹയെ വെറുതെ വിടാൻ പറ്റുമോ? ഇല്ല. വെള്ളം കുടിപ്പിച്ചതിന്റെ ഭാഗമായി ഓരോ തുള്ളിയിലും പ്രകൃതിയുടെ പരിശുദ്ധി അല്ലേ? ഏതാ ഡ്രിങ്കിങ് വാട്ടർ? നുവ ഡ്രിങ്കിങ് വാട്ടർ. വെള്ളം കുടിച്ച് അപ്പൊ ഇന്ന് ഓൾറെഡി ഞാൻ കുറെ വെള്ളം കുടിച്ചു. പക്ഷെ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം കുടിക്കാന്ന് ഷെഫ് പറയണു. അങ്ങോട്ട് പറഞ്ഞാട്ടെ. നൊസ്റ്റാൾജി ഉണർത്തുന്ന കേരളത്തിന്റെ ക്ലാസിക് പലഹാരങ്ങൾ. ഓരോ കടിയിലും ഓരോ ബൈറ്റിലും ടേസ്റ്റും ഓരോ ബൈറ്റിലും ട്രസ്റ്റും. ലഷിന്റെ ഫുഡ് പ്രൊഡക്ട്സ് ആണ് എനിക്ക് തന്നെ ഞാൻ ഷെഫിന്റെ അടുത്ത് നിന്ന് വാങ്ങിയെടുക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഒരു വ്യത്യസ്തമായ സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു. കാരണം ഞാനാണ് കുക്ക് ചെയ്തത്. അത് നമുക്ക് ബാക്കി കൂടുതലൊന്നും പറയണ്ട, ഞാനാണ് കുക്ക് ചെയ്തത്, അത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു തകർപ്പൻ ഒരു പാട്ടാവാന്ന് ഓർത്തു. അപ്പൊ നമ്മൾ ലിറിക്സ് നോക്കിയിട്ടാണ് പാടുന്നത്. ഷെഫും ചെറുതായിട്ട് മൂടുണ്ടോ കൂടെ? അങ്ങനെയാണ് മൂടുണ്ടോ. അപ്പൊ നമുക്കൊരു 6 വരി പാടിയിട്ട് അങ്ങ് നിർത്താണ്. നമുക്ക് രണ്ടുക്കും വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ എല്ലാവർക്കും വേണ്ടി, തലതെറിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. തല തെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണിത്, പെട്ടാൽ പെടും അത് കട്ടായം, എട്ടിന്റെ പൂട്ടുള്ള കൂടാരം. തരരരത്തെ മടിയുടെ മലയോരത്ത് ധ്യാനിച്ചിരിക്കുന്ന സന്യാസി, ചുമ്മാതിരിപ്പിന്റെ അഭ്യാസി, ചോരത്തെളുപ്പുള്ള തോന്യാസി. തരരരത്താഗമയുടെ കില്ലാടിയായി, ഇല്ലായ്മയിൽ ധാരാളിയായി, കുടിവലിയുന്മാതിയായി, പുന്നായ്മയിൽ കൂട്ടാളിയായി, ഭാവികളില്ലാത്തൊരു ഭൂതങ്ങളായി വാഴുന്നിതാ. തരരരരരരത്തര തരരരരരരത്തര ഞാൻ തുടങ്ങിയ പരിപാടി ഷെഫ് നളൻ. ബൈ. പേര് പറഞ്ഞില്ല. നേഹ മാത്യു. ബൈ. കുറച്ച് സ്വാഗതം കാണിച്ചിട്ട് ഇങ്ങനെ